നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കേന്ദ്രീകരിച്ച് RTO ഓഫീസ് തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ്സുകളുടെ സേവനം മേഖലയിൽ കൂടുതൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. കുന്നംകുളത്ത് നഗരസഭ നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യാ റെസിഡൻസിയിലെ ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. 2022 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടറിൽ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടയിലുള്ള ആഘോഷത്തിനായി കരുതിയ MDA-യുമായാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം കേന്ദ്രീകരിച്ച് RTO ഓഫീസ് തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. കുന്നംകുളത്ത് നഗരസഭ നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കുന്നംകുളത്തെത്തിയ മന്ത്രി CP ജോണിന് നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളത്തിന്റെ യാത്രാക്ലേശങ്ങൾക്കും ഗതാഗത വികസനത്തിനും ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചടങ്ങിൽ ചെയർപേഴ്സൺ മന്ത്രിക്ക് നിവേദനം നൽകി. കുന്നംകുളത്ത് നിന്ന് തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളുടെ സൌകര്യാർത്ഥം പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് മന്ത്രി മുൻകൈയെടുക്കണം. കേരളത്തിൽ തന്നെ ഏറ്റവും ആധുനിക സൌകര്യങ്ങളോടുകൂടിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് കുന്നംകുളത്തുള്ളത്. എന്നാൽ ഇപ്പോഴും എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നില്ല. ഈ സാഹചര്യത്തിൽ മുഴുവൻ KSRTC ബസ്സുകളും സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കണം. കുന്നംകുളത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന താലൂക്ക് യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ കുന്നംകുളത്ത് ഒരു പുതിയ RTO ഓഫീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. കുന്നംകുളത്ത് പുതിയ RTO ഓഫീസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് വകുപ്പുതല നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തുടർ നടപടികൾ വൈകാതെ സ്വീകരിക്കും. കുന്നംകുളത്ത് നിന്ന് പുതിയ KSRTC ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യത്തിൽ അനുഭാവപൂർണമായ തീരുമാനമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഇതിനായുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബസിന്റെ കാര്യത്തിൽ ഞാനൊരു ഇതായിട്ട് പറയല്ല, ബസ് സ്പോൺസർഷിപ്പ് ചെയ്യാന്നുള്ളൊരു അജണ്ട നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റികൾക്ക് ചെയ്യാവുന്നതാണ്. ബസ്സിന് അർബനും ട്രാൻസ്പോർട്ടും ഒക്കെ കേന്ദ്രത്തിൽ ഒന്നാണ്. ഹൗസിംഗ് ട്രാൻസ്പോർട്ട് അർബനിലാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് 2 തരത്തിൽ, ഇപ്പോൾ MLA-മാർക്കും MLA ഫണ്ടിൽ നിന്ന് ബസ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ, ലോക്കൽ ഗവൺമെന്റുകൾക്കും KSRTCക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ. അങ്ങനെ കൊടുക്കുന്ന വണ്ടികൾ നിങ്ങൾ പറയുന്ന റൂട്ടിൽ ഓടിക്കാം, പട്ടയപ്പാടത്ത് നിന്ന് വരെ ഓടിക്കാം. അതുപോലെ തന്നെ നഗര വണ്ടികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ നഗര സൗകര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ താഴത്ത് നിന്നൊരു വണ്ടി പുറപ്പെട്ടാൽ താലൂക്ക് ഓഫീസിൽ നിന്നൊക്കെ പോകാനും വരാനും എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ ബസ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരാം. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവൻ, സോമൻ ചെറുകുന്ന, ലബീബ് ഹസൻ, ഗീത ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ പോരാട്ടത്തിന്റെ ആവേശത്തിൽ കുന്നംകുളം ടൗൺ ഹാൾ ഫുട്ബോൾ ആരാധകരാൽ നിറഞ്ഞു കവിഞ്ഞു. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹാളിൽ ഒരുക്കിയ LED വാളിലെ തത്സമയ പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് ഒഴുകിയെത്തിയത്. നഗരസഭയിലെ കായിക പ്രേമികൾക്ക് ഒത്തുകൂടാനും ലോകകപ്പിന്റെ ദൃശ്യവിരുന്ന് ഒരുമിച്ച് ആസ്വദിക്കാനുമാണ് നഗരസഭ സൌകര്യമൊരുക്കിയത്. പൊതുജനങ്ങൾക്കായി പ്രവേശനം തികച്ചും സൌജന്യമായിരുന്നു. കുന്നംകുളം ടൗൺ ഹാളിൽ 5000 വാട്ട്സ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റത്തോടു കൂടിയുള്ള LED വാളിലാണ് ഫൈനൽ മത്സരം പ്രദർശിപ്പിച്ചത്. ബാൽക്കണിയിലടക്കം ആളുകളുടെ വലിയ തിരക്കായിരുന്നു. കസേരകൾ നിറഞ്ഞതിനെ തുടർന്ന് തറയിലിരുന്നാണ് ആരാധകർ കളി കണ്ടത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ 1000-ഓളം ആളുകൾ ടൗൺ ഹാളിലെത്തി മത്സരം കാണുകയും ആവേശം പങ്കുവയ്ക്കുകയും ചെയ്തു.
പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യാ റെസിഡൻസി ഉടമയെ കബളിപ്പിച്ച് 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിലെ കേഷ്യർ കം അക്കൌണ്ടന്റായ ശാന്തി, ഹോട്ടലിന്റെ ജനറൽ മാനേജറായ അരുൺ പി നായർ എന്നിവർക്കെതിരായാണ് വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. 2022 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. ഹോട്ടൽ ഉടമയായ ഗോവിന്ദൻകുട്ടി സ്ഥലത്ത് ഇല്ലാത്ത സമയങ്ങളിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഒന്നാം പ്രതിയായ ശാന്തിയെ ഏൽപ്പിച്ചിരുന്ന ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകൾ ദുരുപയോഗം ചെയ്തും സ്ഥാപനത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ കൃത്രിമം കാണിച്ചുമാണ് പ്രതികൾ വൻ തുക തട്ടിയെടുത്തത്. വിശ്വാസവഞ്ചന നടത്തിയും ചതിയിലൂടെയും പ്രതികൾ തനിക്ക് 4.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കാണിച്ച് ഉടമ നൽകിയ പരാതിയിലാണ് നടപടി. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇൻസ്പെക്ടർ SIR സനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ ഇരുഭാഗങ്ങളുടെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി ശിക്ഷ പുറപ്പെടുവിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. ചെന്താമര 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. തുക നൽകാൻ ചെന്താമരയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ സഹായം നൽകണം. കൂടാതെ ചെന്താമര പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും സൈക്കാട്രി റിപ്പോർട്ടുകൾ ഇത് ശരിവെക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഗാന്ധിയല്ല താനെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു. താൻ അങ്ങോട്ട് പ്രശ്നത്തിന് പോകില്ല, ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടില്ലെന്നും ചെന്താമര പറഞ്ഞെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിയെ പ്രകോപിപ്പിച്ചു എന്നതാണ് കുറ്റം ചെയ്യാനുള്ള കാരണം. കൊല്ലപ്പെട്ട സുധാകരന്റെ മകളുടെ കാര്യത്തിൽ ഡിഫൻസ് കൌൺസിൽ മുൻപാകെ പ്രതി കുറ്റബോധം കാണിച്ചു. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ല. ഇരകളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിട്ടില്ല. പ്രകോപനം ഇല്ലാതെയാണ് ചെന്താമരയുടെ കുറ്റകൃത്യം. മാനസാന്തരപ്പെടാനുള്ള സാധ്യത കൂടി നോക്കിയാണ് ശിക്ഷ വിധിക്കാറുള്ളത്. സമൂഹത്തിന് പ്രതി പ്രശ്നക്കാരനാണെങ്കിൽ വധശിക്ഷ നൽകാമെന്ന വിവിധ ഹൈക്കോടതി വിധികളുണ്ട്. എല്ലാ കുറ്റവാളികൾക്കും ഭാവിയുണ്ട്, എല്ലാ വിശുദ്ധർക്കും ഭൂതമുണ്ട്. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയാണ്. കൊലപാതകങ്ങൾ ചെയ്തതിൽ പ്രതിക്ക് കുറ്റബോധമില്ല. ജാമ്യം ലംഘിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയത്. ചെന്താമര വീണ്ടും കുറ്റം ചെയ്യാൻ സാധ്യത ഉള്ളയാളാണെന്ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടറിൽ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടെയുള്ള ആഘോഷത്തിനായി കരുതിയ MDMA-യുമായി മുള്ളൂർക്കര കണ്ണംപാറ SN നഗർ പറക്കുന്നത്ത് വീട്ടിൽ സുനിൽ, കണ്ണംപാറ കുറക്കാട്ടിൽ വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയായിരുന്നു ഇരുവരെയും സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ N സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. KL 27O6679 എൻഫീൽഡ് ബുള്ളറ്റും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സുനിലിന്റെ വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നുമായി 2.621 ഗ്രാം MDMA-യും തൂക്കം നോക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു. കൂടാതെ MDMA നൽകുന്നതിനായി ഉപയോഗിക്കുന്ന 500 സിപ്ലോക്ക് കവറും കണ്ടെടുത്തു. ഗൂഗിൾ പേ വഴി വലിയ ഇടപാടുകൾ നടന്നതായി വ്യക്തമായ സാഹചര്യത്തിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കും. ലോകകപ്പ് ഫൈനൽ മത്സരം നടക്കുന്നതിനിടെ ആവശ്യക്കാരുടെ നിരവധി ഫോൺ കോളുകളാണ് പ്രതികളെ തേടിയെത്തിയത്. എത്ര തുക നൽകാനും തയ്യാറായി വിളിച്ചവരെ എക്സൈസ് നിരീക്ഷിച്ചു വരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ജോറജിൻ, V തൗഫീഖ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പെരുമ്പിലാവിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസാണ് കാറുമായി കൂട്ടിയിടിച്ചത്. പൊന്നാനിയിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസിന് മുന്നിൽ പോയിരുന്ന കാറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. അൻസാർ ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിക്ക് ഗുരുതര പരിക്കുണ്ട്. രോഗിയെ അൻസാർ ആശുപത്രിയിലെ മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ചാവക്കാട് നഗരസഭയുടെ കീഴിലുള്ള തെരുവുനായ വന്ധ്യംകരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം ജനങ്ങൾ നേരിടുന്ന ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് വന്ധ്യംകരണ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. സുപ്രീം കോടതി വിധികളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാവക്കാട് നഗരസഭയുടെ അധീനതയിലുള്ള വെറ്റിനറി ബ്ലോക്കിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. തെരുവിൽ അലയുന്നതും അക്രമാസക്തവുമായ നായ്ക്കളെ വന്ധ്യംകരണ ചികിത്സയ്ക്ക് വിധേയമാക്കി നിശ്ചിത കാലയളവിനുള്ളിൽ അവ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നഗരസഭ 8 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷത വഹിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ജി ശർമിള പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി യതീന്ദ്രദാസ്, ലിഷ മത്രംകോട്ട്, കെ എച്ച് സലാം, കെ പി രഞ്ജിത് കുമാർ, കൗൺസിലർമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡീന ആന്റണി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൻ്റെ ക്ലസ്റ്ററായിട്ട് വരുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ചാവക്കാട് ബ്ലോക്ക്, മുല്ലശ്ശേരി ബ്ലോക്ക്, അതിൽ വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ആദ്യമായി ചാവക്കാട് മുനിസിപ്പാലിറ്റിയാണ് ഇതിലേക്ക് നായ്ക്കളെ വന്ധീകരണം നടത്തുന്നതിനായി ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സർജറികൾ AVC സർജറി പ്രവർത്തനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥാപനം മുഖേനയാണ്. നിലവിൽ നമ്മൾ ഈ ചാവക്കാട് നഗരസഭ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് തന്നെ ചാവക്കാട് നഗരസഭ നേതൃത്വത്തിലുള്ള പരിപാടികളാണ് ഇന്നിവിടെ ഇപ്പോൾ ഈ സർജറി പ്രവർത്തനം നടക്കുന്നത്. ഉടനെ തന്നെ മറ്റു നഗരസഭകളിലെയും ജില്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാരെ സെക്രട്ടറിയുടെയും യോഗം കൂടുന്നതാണ്. അവർ ആവശ്യമായ ഫണ്ട് വകയത്തിന് ശേഷം ഉടനെ തന്നെ മറ്റു ഗ്രാമപഞ്ചായത്തുകളെയും പ്രവർത്തനം ആരംഭിക്കുന്നു. കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ തന്റെ മാതൃ ഇടവകയായിരുന്ന ആർത്താറ്റ് കുന്നംകുളം മാർത്തോമ പള്ളിയിൽ സന്ദർശനം നടത്തി. ഇടവക വികാരി റവറൻ ജോബി കോരുത്തും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. പള്ളി സെമിത്തേരിയിൽ മന്ത്രിയുടെ മാതാപിതാക്കളുടെ കല്ലറയിലും സന്ദർശനം നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനക്ഷമമല്ലാത്ത തെരുവുവിളക്കുകൾ മാറ്റിസ്ഥാപിക്കുവാൻ പ്രതിപക്ഷ മെമ്പർമാർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ തെരുവുനായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം രൂക്ഷമാണ്. തെരുവുവിളക്കുകൾ കത്താത്തതുമൂലം രാത്രികാലത്ത് അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും മെമ്പർമാർ പറഞ്ഞു. LDF മെമ്പർമാരായ ജമീല രാജീവ്, KV അഷ്ന, ബിന്ദു നന്ദനൻ, ഷൈനി ജിബിൻ, ശുഭ അനിൽകുമാർ, ഗീതാ ബാലകൃഷ്ണൻ എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ നിരവധി കത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രശ്നം നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചിട്ടില്ല. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും മഴയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം കൂടി വരികയാണ്. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് നിലനിന്ന് പോകുന്നത്. ഇതിനെതിരെ LDF മെമ്പർമാർ ശക്തമായി പ്രതിഷേധിക്കുന്നു. ദേശീയപാത 66 മണത്തല ജുമാഅത്ത് പള്ളിക്ക് മുൻവശം വെള്ളക്കെട്ട് രൂക്ഷമായി. ചെറിയ മഴയിൽ പോലും റോഡ് പൂർണ്ണമായും തോടിന് സമാനമായ അവസ്ഥയിലാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ റോഡിൽ വെള്ളം ഉയർന്നു. ഇതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായി. ദേശീയപാതയോരത്ത് നടന്നിരുന്ന കാന നിർമ്മാണം ഈ ഭാഗത്ത് അധികൃതർ പാതി വഴിയിൽ നിർത്തിവെച്ചതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും പ്രദേശവാസികളും യാത്ര ചെയ്യുന്ന പ്രധാന പാതയിലെ ദുരിതത്തിന് ദേശീയപാത അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള 29 കുടുംബങ്ങൾ ചേർന്നുള്ള എറണാകുളം കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാന്ത്വന സ്പർശം 2026 കാരുണ്യ പദ്ധതിക്ക് തുടക്കമായി. എറണാകുളം MP ഹൈബി ഈഡൻ സാന്ത്വന സ്പർശം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് അധ്യക്ഷനായി. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം ഹൈബി ഈഡൻ MP വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, എറണാകുളം MLA വിനോദ് കുമാർ, കൊച്ചി സിറ്റി മുൻ DCCP ഷാജു വർഗീസ് എന്നിവർ ചേർന്ന് ഡയാലിസിസ്, ക്യാൻസർ രോഗികൾക്കും നിർധനർക്കും ചികിത്സാ ധനസഹായം കൈമാറി. ചടങ്ങിൽ SSLC, +2 മറ്റ് പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഫാദർ ഡിൽജോ ഏലിയാസ്, വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശ്യാമു, ജോയിന്റ് സെക്രട്ടറി CV ബാബു, ട്രഷറർ AI ഡേവിഡ് എന്നിവർ സംസാരിച്ചു. അവര് ജനിച്ചു വളർന്ന ഉയർത്തിപ്പിടിച്ച വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചു ആ സംസ്കാരവും സേവനവും ഈ നഗരത്തിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ അവരുടെ കച്ചവടം, കുടുംബവും വിദ്യാഭ്യാസവും മാത്രമല്ല, ഈ നഗരത്തിൽ കൂടി ഈ സമൂഹത്തിന്റെ നന്മ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കുടുംബ യൂണിറ്റ് ട്രസ്റ്റ് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചത്. ഒരുപാട് നിർദ്ധനരായിട്ടുള്ള രോഗികളെ സഹായിക്കാൻ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കെല്ലാം ഒരു കൈത്താങ്ങായി
ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരാറുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെയും മഹാഗോപൂജയുടെയും ഗുരുവായൂർ ഗോകുല ജില്ലാതല സ്വാഗത സംഘ രൂപീകരണം നടത്തി. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നടന്ന യോഗം ഗുരുവായൂർ നാരായണാലയം അധിപതി സംപൂജ്യ സന്മയാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഗോകുല ജില്ലാ അധ്യക്ഷൻ PK ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഉത്തര കേരളം ഉപാധ്യക്ഷൻ CM ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ കാര്യദർശി PG ഷമ്മി, റിട്ടയേർഡ് എയർവിംഗ് കമാൻഡർ ലോകനാഥൻ പട്ടണത്ത്, ഗോകുല ജില്ലാ കാര്യദർശി MB രഞ്ജിത്ത്, നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, സംപൂജ്യ സന്മയാനന്ദ സരസ്വതി സ്വാമികൾ, മൗനയോഗി ഹരിനാരായണൻ, ലോകനാഥൻ പട്ടണത്ത് എന്നിവർ രക്ഷാധികാരികളായും ഡോക്ടർ VM വാസുദേവൻ ചെയർമാനായും 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ഓഗസ്റ്റ് 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വടക്കേനടയിൽ മഹാഗോപൂജ നടക്കും. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടത്തി. ക്ഷേത്ര മേൽശാന്തി അശ്വിൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഹോമവും അനുബന്ധ ചടങ്ങുകളും നടന്നത്. വിഘ്നങ്ങൾ അകറ്റാനും ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുമെന്ന വിശ്വാസത്തോടെ നടത്തിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം വിശേഷാൽ പൂജകളുമുണ്ടായി. വൈകിട്ട് ക്ഷേത്രത്തിൽ നിർമ്മാലയും ഭഗവത് സേവയും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാമായണ പാരായണം നടത്തുന്നുണ്ട്. ഭക്തർക്ക് ആത്മീയ ചിന്തയും ധാർമ്മിക മൂല്യങ്ങളും പകർന്നു നൽകുന്ന രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്നതും പുണ്യമാണെന്നാണ് വിശ്വാസം. ക്ഷേത്ര ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തളി വിരുട്ടാണം ഉന്നതിയിൽ തഞ്ചു എന്ന അജിത് കുമാർ നിര്യാതനായി. 38 വയസ്സായിരുന്നു. ദീർഘകാലമായി AL മെഗാവിഷൻ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരനായിരുന്നു. കുടൽ സംബന്ധമായി ചികിത്സയെ തുടർന്ന് 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മരണപ്പെട്ടു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. അയ്യപ്പൻ മാധവി ദമ്പതികളുടെ മകനാണ്. പരേതനായ കണ്ണൻ സഹോദരനാണ്. കേരള സർക്കാർ ആയുഷ് വകുപ്പും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി കോട്ടോൽ ഉന്നതിയിൽ സൗജന്യ പകർച്ചവ്യാധി പ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കോട്ടോൽ ഉന്നതി കമ്മ്യൂണിറ്റി ഹാളിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA ജിഷാർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ മഴക്കാല രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലിം KM, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, 14-ാം വാർഡ് മെമ്പർ ദിനേശ്, ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് അൽസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ലോക ചെസ് ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്ററും ചെസ് അക്കാദമിയും സംയുക്തമായി ചെസ് ട്രെയിനിംഗ് ക്യാമ്പും ചെസ് ടൂർണമെന്റും സംഘടിപ്പിച്ചു. പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കേരള ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വാർഡ് കൌൺസിലർ സോണി ഷാജി, ക്ലബ്ബ് ട്രഷറർ ശിവദാസൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ചെസ് ജേതാവ് KB അനൂപിനെ ചടങ്ങിൽ ആദരിച്ചു. മുൻ ക്ലബ്ബ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി സ്വാഗതവും സെക്രട്ടറി ഡെർബി CK നന്ദിയും പറഞ്ഞു. മത്സരങ്ങൾക്ക് ശേഷം വിജയികൾക്കുള്ള സമ്മാനത്തുക രക്ഷാധികാരി മാത്യു മാസ്റ്റർ വിതരണം ചെയ്തു. ക്ലബ്ബ് അംഗങ്ങളും നിരവധി ചെസ് പ്രേമികളും ടൂർണമെന്റിൽ പങ്കെടുത്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വിട പറയാം ലഹരിയോട് കാത്തുരക്ഷിക്കാൻ നമ്മെ തന്നെ എന്ന പരിപാടിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിൽ നടന്ന പരിപാടി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ ഷൈജു ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ് ബ്രോഷർ കൈമാറി. റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സേതു ഹാജി, മാനേജിംഗ് പാർട്ണർ PM സാബിർ, റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ N ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്വിസ് പ്രോഗ്രാം നടത്തി വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെഡലും വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ അനധികൃതമായും വൃത്തിഹീനമായ സാഹചര്യത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന വറവ് ഉൽപ്പന്നങ്ങളും പാനിപൂരി ഉൾപ്പെടെയുള്ള തെരുവു ഭക്ഷണങ്ങളും നിരോധിക്കണമെന്ന് YMCA ആവശ്യപ്പെട്ടു. YMCA ഹാളിൽ നടന്ന കർക്കിടക കരുത്ത് എന്ന ആരോഗ്യ സെമിനാറും ഔഷധക്കഞ്ഞി കിറ്റ് വിതരണവും നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ പ്രിയ രാജേന്ദ്രൻ മുഖ്യാതിഥിയായി. 100ഓളം കുടുംബങ്ങൾക്ക് കർക്കിടക ഔഷധ കിറ്റുകൾ വിതരണം ചെയ്തു.
ആരോഗ്യം മനസ്സിനും ശരീരത്തിനും എന്ന വിഷയത്തിൽ ഡോക്ടർ ഹനീനി എം രാജ് ക്ലാസ് എടുത്തു. സെക്രട്ടറി ലോറൻസ് നീലങ്കാവിൽ, വനിതാ ഫോറം ട്രഷറർ ജോസി ജേസൺ, നാഷണൽ ബോർഡ് മെമ്പർ ജോൺസൺ മാറോക്കി, ജോസ് ലൂയിസ്, ലാംഗൂസ് ചക്രമാക്കിൽ, CP ജോയ്, ടെസ് ജേസൺ, OT സൈമൺ, CK ഡേവിസ്, തോമസ് വാഘയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് പ്രവർത്തിക്കുന്ന കടങ്ങോട് ചിറമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സേവനങ്ങൾ നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. സേവനങ്ങൾ നൽകുന്നത് വൈകുന്നതായുള്ള ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ വില്ലേജിലെത്തി ഓഫീസറുമായി സംസാരിച്ചത്. വിവിധ ആനുകൂല്യങ്ങൾക്കു വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ഗുണഭോക്താക്കൾ ദിവസങ്ങളോളം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങേണ്ട സാഹചര്യമാണെന്നും പരാതിയുണ്ട്. കാണാനെത്തുന്ന സാധാരണക്കാർക്ക് മുന്നിൽ ഓഫീസർ മുറിയുടെ വാതിൽ അടച്ചിടുന്നതായും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ വില്ലേജ് ഓഫീസിലെത്തി ഓഫീസറുമായി സംസാരിച്ചത്. വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് സന്ദർശിക്കുകയും വില്ലേജ് ഓഫീസറോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, ഇത് 3 വില്ലേജുകൾ ചേർന്ന ഒരു വില്ലേജ് ആയതുകൊണ്ട് ഇവിടെ വർക്ക് ലോഡ് കണ്ടമാനം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില താമസങ്ങൾ വരും എന്നല്ലാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ കുറ്റമറ്റമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ഏജന്റുമാർ പ്രവർത്തിക്കുന്നുവെന്നും ആ ഏജന്റുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചില ശ്രമങ്ങളാണ് അത്തരം വാർത്തകൾക്ക് പിറകിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിരീക്ഷിച്ചുകൊണ്ട് തുടർ നടപടികളുമായി ഇടം സാംസ്കാരിക വേദി മുന്നോട്ട് പോകും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങളും പരാതികളും അടിസ്ഥാനരഹിതമാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. 3 വില്ലേജുകളുടെ പ്രവർത്തനം ഒറ്റ ഓഫീസിൽ നടക്കുന്നതിനാൽ ജോലിഭാരം കൂടുതലാണെന്നും അതേസമയം സേവനങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്താറില്ലെന്നും ഓഫീസർ അറിയിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മുറിയുടെ വാതിൽ അടച്ചിട്ടതെന്നും വില്ലേജ് ഓഫീസിലെത്തി സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന ഏജന്റുമാരെ തടഞ്ഞതാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പുറകിലെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. അതേസമയം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നറിയിച്ച ഇടം സാംസ്കാരിക വേദി പ്രവർത്തകർ ഗ്രൂപ്പ് വില്ലേജിന്റെ റീസർവേ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി, NS സത്യൻ, K വിജയൻ മാസ്റ്റർ, KA ഫരീദ് അലി, ഷൗക്കത്ത് കടങ്ങോട്, നാസിമ സക്കീർ, അനീഷ് വിജയൻ എന്നിവരാണ് സന്ദർശിച്ചത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് ഇടവക ദേവാലയത്തിൽ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, കൈമുത്ത്, പൊതുസദ്യയും ഉണ്ടായി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി MV രാജു, ട്രഷറർ ബോബൻ C പോൾ എന്നിവരടങ്ങുന്ന ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. കേച്ചേരി ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കട്ട് പോസ്റ്റ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി റോഡിലുള്ള ഫെറോ ബേക്കറി ഇൻഡോർ ഫ്ലഡ് ലൈറ്റ് കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച മത്സരം ചൂണ്ടൽ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KF അക്കാദമി ചെയർമാൻ റഫീഖ് അധ്യക്ഷനായി. ലോകകപ്പും ഇന്ത്യൻ ഫുട്ബോളും എന്ന വിഷയത്തെക്കുറിച്ച് വിനോദ് തൂവാനൂർ സംസാരിച്ചു. റസാഖ്, നിഷാദ് മണലി, ജാസിം, ഇക്ബാൽ അയ്യന്തോൾ, നിഹാൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിലെ വിജയികൾക്ക് പഞ്ചായത്ത് അംഗം CA ലിജു സമ്മാന വിതരണം നടത്തി. ഫെറോ ബേക്കറി സ്പോൺസർ ചെയ്ത 1ാം സമ്മാനമായ 2000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും നിഹാൽ നൌഷാദ് പട്ടിക്കര കരസ്ഥമാക്കി. 2ാം സമ്മാനമായ 1000 രൂപയും ട്രോഫിയും ഹാഷിം അസീസ് കരസ്ഥമാക്കി. സഹൽ പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. വാശിയേറിയ മത്സരം ഫായിസ് സക്രിയ എന്നിവർ നിയന്ത്രിച്ചു. 100ഓളം പേർ പങ്കെടുത്തു. ചൂണ്ടൽ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇടവന സാവിത്രിയമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. യാത്രകളിലൂടെ ജീവിത ദുഃഖങ്ങളെ മറികടന്ന ഇടവന സാവിത്രിയമ്മയുടെ നിര്യാണത്തെ തുടർന്നാണ് അനുസ്മരണ യോഗം നടത്തിയത്. ചൂണ്ടൽ NSS കരയോഗം ഓഫീസിൽ നടന്ന യോഗത്തിൽ പൈതൃകം ഗുരുവായൂർ സെക്രട്ടറി മധു K നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T ചന്ദ്രൻ അധ്യക്ഷനായി. കരയോഗം സെക്രട്ടറി ബിജീഷ് പൂലോത്ത്, ഗോപകുമാർ പാലക്കൽ, സുധീഷ് മേക്കാട്ടിൽ, ജയകൃഷ്ണൻ നമ്പി, അബ്ദുട്ടി കൈതമുക്ക്, സുധീർ ചൂണ്ടൽ, വിഷ്ണുദാസ് പണിക്കർ എന്നിവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് സംഘടിപ്പിച്ചു.
പ്രശസ്ത ഭിക്ഷുഗുരൻ ഡോക്ടർ DM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകൻ M വ്യാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ പൈതൃകവും സംസ്കാരവും പ്രചരിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന കയപ്രമ്പ് ക്ഷേത്രത്തിലെ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. K സുഗതൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മുരളി അകമ്പടി, ശശികുമാർ കൊടമന, രവി വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പറ്റ്, ജയശ്രീ രവികുമാർ, ഹരിദാസ് കുളവിൽ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിൽ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജ് ജംഗ്ഷനിലെ 3 വർഷമായി നിലച്ച സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന് 7ാം വാർഡ് മെമ്പർ P പ്രവീൺകുമാർ നിവേദനം നൽകി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, തമ്പി K ജോബ, VV ബാലചന്ദ്രൻ, V ഗിരീഷ്, VR അനിൽദാസ്, രേഖ ജയറാമും തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ലഹരിക്കെതിരെ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൂഫാൻ ഗോൾ സംഘടിപ്പിച്ചു. പടിഞ്ഞാറേ നടയിൽ നടന്ന ഷൂട്ടൌട്ട് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഗോൾ അടിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷനായി. R രവികുമാർ, OKR മണികണ്ഠൻ, നിഖിൽ G കൃഷ്ണൻ, ബാലൻ വാറനാട്ട്, VS നവനീത്, പ്രിയ രാജേന്ദ്രൻ, ശശി വല്ലാശ്ശേരി, KK രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ജേഴ്സി അണിഞ്ഞ കുട്ടികളും മുതിർന്നവരും ഗോളടിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ചിറനെല്ലൂർ സംസം ഇവന്റും യുവജന കൂട്ടായ്മയും ചേർന്ന് ലോകകപ്പ് ഫൈനൽ മത്സരത്തിന്റെ ബിഗ് സ്ക്രീൻ പ്രദർശനം സംഘടിപ്പിച്ചു. 500 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരുക്കിയ വലിയ സ്ക്രീനിൽ മത്സരം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. കളി ആസ്വദിക്കാനെത്തിയ ഫുട്ബോൾ പ്രേമികൾക്കായി പ്രവചന മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഇന്നാര ഗോൾഡ് കേച്ചേരി സ്പോൺസർ ചെയ്ത സമ്മാനം മുഹമ്മദ് സബാഹിന് ലഭിച്ചു. ചിറനെല്ലൂർ സെന്ററിൽ ഒരുക്കിയ പ്രദർശനത്തിന് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം TK ഹക്കീം നേതൃത്വം നൽകി. പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ലക്ഷ്മി നാരായണ പൂജയും നടത്തി. തിങ്കളാഴ്ച രാവിലെ പൈനാട് മനക്കൽ ഗിരീശൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി പുത്തില്ലത്ത് വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഇല്ലം നിറയും ലക്ഷ്മി നാരായണ പൂജയും നടത്തിയത്. തിങ്കളാഴ്ച മുതൽ 7 ദിവസം വൈകിട്ട് 7:15 ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും തുടരും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,150 രൂപ, പവന് 1,05,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. തിരുവെങ്കിടം പരേതനായ മൂത്തേടത്ത് ഉണ്ണി എന്ന നാരായണൻ നായരുടെ ഭാര്യ വത്സല നിര്യാതയായി. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം കേന്ദ്രീകരിച്ച് RTO ഓഫീസ് തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ്സുകളുടെ സേവനം മേഖലയിൽ കൂടുതൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. കുന്നംകുളത്ത് നഗരസഭ നൽകിയ സ്വീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി. പെരുമ്പിലാവിൽ പ്രവർത്തിക്കുന്ന വിദ്യാ റെസിഡൻസിയുടെ ഉടമയെ കബളിപ്പിച്ച 4.5 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. 2022 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് പ്രതികൾ ഗൂഢാലോചന നടത്തി സാമ്പത്തിക തിരിമറി നടത്തിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടറിൽ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടെയുള്ള ആഘോഷത്തിനായി കരുതിയ MDMA-യുമായാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.